ചേട്ടാ, ഈ വയനാട്ടിൽ നമ്മുടെ സൈന്യമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകിയത്. ഇന്നലെ മുഹമ്മദ് റിയാസും മന്ത്രി കെ രാജനും ഒക്കെ സൈന്യത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറയുന്നത്. എങ്ങനെയാണ് ആ രക്ഷാപ്രവർത്തനത്തെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുക? അല്ല, സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്താനൊന്നുമില്ല. കാരണം സൈന്യത്തിൻ്റെ ജോലി ഇതാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ പ്രളയമെന്നോ ഇല്ലാതെ അവർ അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു സേനയാണ് നമ്മുടെ സൈന്യം. നോക്കൂ, നമ്മൾ കണ്ടില്ലേ ആ ഇളകി കിടക്കുന്ന മണ്ണിൽ വ്യോമസേനയുടെ കൂറ്റൻ ഹെലികോപ്റ്റർ അതെ നിർഭയം ലാൻഡ് ചെയ്യുന്ന ഒരു പൈലറ്റ് എത്ര ആത്മധൈര്യത്തോടെയാണ്. അപ്പോൾ അവിടെ വന്ന് എത്ര പേരെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ നമ്മുടെ സൈന്യം അക്കാലത്ത് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാലയളവിൽ മാത്രമല്ല, പ്രളയകാലം നോക്കൂ. പ്രളയത്തിന് ഗർഭിണിയായ സ്ത്രീയെ ഉൾപ്പെടെ എയർലിഫ്റ്റ് ചെയ്തു കൊണ്ടുപോയി ആ സ്ത്രീ പ്രസവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സൈന്യം എക്കാലത്തും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബെയിലി പാലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സൈന്യം പറയുകയാണ് ഈ പാലം ഇവിടെ തന്നെ ഉണ്ടാവും. പണ്ട് റാന്നിക്കടുത്ത് ഏനാത്ത് ദൂരെ പാലം ഉണ്ടാക്കി കാലങ്ങളോളം ആ പാലം ഉപയോഗിച്ചിരുന്നു. ഈ റീസെൻ്റ്ലി 5-10 വർഷത്തിനുള്ളിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. അതുപോലെ ഈ പാലം കേരള സർക്കാർ ഒരു പുതിയ പാലം ഉണ്ടാകുന്നത് വരെ ഈ പാലം അവിടെ തുടരുമെന്ന് സൈന്യം പറഞ്ഞിരിക്കുക. 2 വിമാനത്തിലായി 15ഓളം ട്രക്കുകളായി കൊണ്ടുവന്ന് 170ഓളം സൈനികർ കഠിനാധ്വാനം ചെയ്താണ് പാലം ഉണ്ടാക്കിയത്. അപ്പോൾ സൈന്യം നടത്തുന്ന ഈ സേവനം അങ്ങേയറ്റം പ്രശംസനീയമാണ്. അവർക്ക് ഒരു പൗരൻ എന്ന നിലയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സൈന്യത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം. പക്ഷേ സൈന്യത്തോടൊപ്പം പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളവരെ കാണാതിരുന്നു. എത്രയോ ചെറുപ്പക്കാർ അവർ പല തരത്തിലുള്ള യൂണിഫോം മഞ്ഞ ഇട്ടിരിക്കുന്ന വൈറ്റ് ബ്രിഗേഡ് ഉണ്ട്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സേനയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഡിവൈഎഫ്ഐക്കാരുണ്ട്. അവരൊക്കെ നീല ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. സേവാഭാരതിയുടെ ആളുകളെ മാത്രം എനിക്ക് തോന്നുന്നു 2018 സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. യൂണിഫോം ഒന്നും വെച്ചിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യരുത് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു സർക്കാർ അന്ന് ഉത്തരവിറക്കിയെന്ന് തോന്നുന്നു. അത് സർക്കാരിൻ്റെ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ കാരണം പറയാം. അതായത് സേവാഭാരതിയുടെ ആൾക്കാർ അവർ സേവാഭാരതി എഴുതിയിട്ടുള്ള യൂണിഫോം ഉപയോഗിക്കരുത്. പകരം അവർ ബാഡ്ജ് ഐഡന്റിറ്റി കാർഡ് പോലെ ഒരു കാർഡ് തൂക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ SDP പോലും ഇറങ്ങുന്നുണ്ട്. കാരണം ഈ ചെറുപ്പക്കാരൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ തൊഴിലുള്ളവരാണ് അല്ലേ? ആ തൊഴിൽ മാറ്റി വെച്ചിട്ടിരുന്നു. സൈന്യം ചെയ്യുന്നത് അവരുടെ ജോലിയുടെ കൂടെ ഭാഗമായിട്ടാണ്. സൈന്യത്തിന് മറ്റെല്ലാ ജോലി പോലെ അല്ല സൈന്യത്തിന് ജോലി. അങ്ങനെ പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട്. വേറെ ശമ്പളം കിട്ടുന്ന ജോലിയല്ലേ എന്നുള്ളത്. ശമ്പളം കിട്ടിയാൽ ഇവർ അതിർത്തി കിടന്ന് ചാവാൻ പോകും. അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ശമ്പളം കിട്ടുന്ന ജോലിയായിട്ടല്ല സൈന്യം ഇത് ചെയ്യുന്നതെങ്കിൽ പോലും സൈന്യവും അവരുടെ ജോലിയുടെ ദൗത്യമാണ്, ഡ്യൂട്ടിയല്ല, ദൗത്യം എന്ന നിലയിൽ സൈന്യം ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചെറുപ്പക്കാർ അവർ തൊഴിൽ മാറ്റി വെച്ചിട്ട് വരുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ സൈന്യത്തെ പോലെ വളരെ വിപുലമായ പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല. ഈ തകർന്നു കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ നടന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം കാഷ്വാലിറ്റീസ് ഉണ്ടാവും. താഴ്ന്നു പോകുന്നതല്ല, പലയിടത്തും കിണറുകളുണ്ടാവാം. നമ്മൾ ചോട് വെക്കുമ്പോൾ ചെളി മൂടി കിടക്കുന്ന ഒരു കിണറാണ്, കിണറിനകത്തേക്ക് പോകും, തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അപകട സാധ്യതകൾ മുന്നിലിരിക്കുകയാണ് നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഈ മഞ്ഞ കടൽ പോലെ ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്. അത് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ വിഭാഗമാണെന്ന് തോന്നുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഡിവൈഎഫ്ഐക്കാരെയും കാണുന്നുണ്ട്, നീലവേഷമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഒരുപാട് SDP പോലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇടയ്ക്ക് അവർ അവിടെ നിസ്കരിക്കുന്ന ഒരു ചിത്രം കണ്ടു. അതിപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാവം നടക്കട്ടെ. അപ്പം അവർക്ക് വേണ്ടിയിട്ടും ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടി ആവട്ടെ ആ പ്രാർത്ഥന. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഒരു ദുരന്തമുഖത്ത് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ള പരിഹാസമൊക്കെ പറയുന്നത് അനവസരത്തിലുള്ള പരിഹാസമാണ്. അവരവരുടെ വിശ്വാസം അനുസരിച്ച് പോകട്ടെ. അവരുടെ പ്രാർത്ഥന ഒരുപക്ഷെ അവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ഈ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയായിരിക്കാം. അപ്പോൾ നമ്മൾ ആളുകളെ വിമർശിക്കുമ്പോൾ ആ സന്ദർഭം നോക്കി വിമർശിക്കണം. അല്ല എല്ലാത്തിനും കയറി പരിഹസിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഇവരെല്ലാം വളരെ അർപ്പണ ബുദ്ധിയോടെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ആരുമില്ല. ചിലപ്പോൾ പട്ടിണിയായിരിക്കാം. ഒരുപക്ഷെ അവിടെ ഈ വോളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കാം. ഇനി ഇല്ലെങ്കിൽ പോലും ഇവരൊക്കെ പണിയെടുക്കും. ഇതിന് തുടർന്നുണ്ടാവുന്ന ദുരന്തങ്ങൾ അവർക്ക് പ്രശ്നമല്ല, അതിൻ്റെ കഷ്ടപ്പാട് പ്രശ്നമല്ല, അവർക്കുണ്ടാവുന്ന തൊഴിൽ നഷ്ടം പ്രശ്നമല്ല, ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ പറ്റിയാൽ അത് പ്രശ്നമല്ല. ഇപ്പോഴും വീണ്ടും മഴ പെയ്യുമല്ലേ? അവിടെ ഈ ഇത്രയും ചെറുപ്പക്കാർ അവിടെ ഈ കഠിനാധ്വാനം ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഉരുൾപൊട്ടിയാൽ എന്ത് സംഭവിക്കും? അപകടം പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനകത്തൊരു ജീവൻ കൈ പിടിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്, ഹൈ റിസ്ക് രക്ഷാപ്രവർത്തനമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരെയെല്ലാം നമുക്ക് അഭിവാദ്യം ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ കൂടെ തന്നെയാണ് അവരെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. DYFI ആവട്ടെ, വൈറ്റ് ഗാർഡ്സ് ആവട്ടെ, സേവാഭാരതി ആവട്ടെ, SDP ആവട്ടെ, എല്ലാ
വോളണ്ടിയേഴ്സും നമ്മുടെ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന നമുക്കൊരു സാധനമുണ്ട് അതെ, അതെ. സർക്കാരിൻ്റെ വോളണ്ടിയർമാർ, ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പിന്നെ നമ്മുടെ ഫയർഫോഴ്സ്, പോലീസ്, ഇവരൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ ഇത്തരുണത്തിൽ അഭിമാനപൂർവ്വം നന്ദിയോടെ അഭിവാദ്യം ചെയ്തെങ്കിൽ വലിയൊരു നന്ദികളാവും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സിനു ചോദിച്ചിട്ട് കാര്യമില്ല, ഇപ്പം സർക്കാർ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഡ്രസ്സിനകത്തൊക്കെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ സന്നദ്ധ പ്രവർത്തനമല്ലേ നടത്തുന്നത്, ലാഭേച്ഛയില്ലാതെ നടത്തുന്ന പ്രവർത്തനമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അല്ല, അതിനകത്ത് സർക്കാരിൻ്റെ കാഴ്ചപ്പാടിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ പല ആളുകൾ വരികയാണേ, ഈ വരുന്ന ആളുകളെ കുറിച്ച് ആർക്കും അറിയാം, ഇതിൻ്റെ ഡാറ്റ ഒന്നും ഉണ്ടാക്കി ഇവരുടെ മസ്റ്റർ റോളൊന്നും ഉണ്ടാക്കിയിട്ടല്ല അവർ ഇറങ്ങുന്നത്. അപ്പോൾ വരുന്ന ആളുകൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എല്ലായിടത്തും ഇതിനിടയ്ക്ക് ഒരു ഫേക്ക് ന്യൂസ്, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നിരുന്നു. ഈ കണ്ടെടുത്ത ചില ആളുകളുടെ ദേഹത്ത് സ്വർണ്ണാഭരണങ്ങളില്ലായിരുന്നു, രക്ഷാപ്രവർത്തകരായിട്ട് വന്നവർ അടിച്ചു മാറ്റി. ഇങ്ങനെ വ്യാജ വാർത്തകൾ അടിച്ചു വിടുന്ന ദുഷ്ടബുദ്ധികളുള്ള ഒരു നാടാണ് കേരളം. ഏത് അപകടമുണ്ടായാലും ഏത് ദുരന്തമുണ്ടായാലും അതിനിടയ്ക്ക് സ്വന്തം മുതലെടുപ്പുണ്ടാക്കുക. നമ്മുടെ അർജുൻ്റെ കാര്യം പറഞ്ഞില്ലേ, അർജുനെ ഗംഗാവാലിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഷിരൂരിൽ നിന്ന് ഒരു അവശിഷ്ടവും കിട്ടിയിട്ടില്ല, അതിനിടയ്ക്ക് അർജുൻ്റെ മോതിരം കിട്ടി എന്നും പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ വെച്ചിട്ട് വന്നു. ആ വീട്ടുകാരത് നിഷേധിച്ചു, ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഏത് സന്ദർഭം ഉണ്ടായാലും അതിനകത്ത് നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാക്കുക, ഫേക്ക് വാർത്തകൾ ഉണ്ടാക്കുക, ഇതൊക്കെ മലയാളിയുടെ ഒരു ആത്മരതി പോലത്തെ ഉള്ള ഒരു വൈകൃതമാണ്. രതിവൈകൃതങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാണ് മലയാളി, എല്ലാവരെയും പോലെ. അതിൻ്റെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഇതൊരു വൈകൃതമാണ്. ഏതിനെയും വളച്ചൊടിക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുക, എന്നിട്ട് അതിലൊരു തരത്തിലുള്ള ആത്മസംതൃപ്തിയോ ഓർഗാസം അതാണ് അനുഭവിക്കുക. അത്തരം വൃത്തികെട്ട ശീലമുള്ള കുറേ മലയാളികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റിംഗ് ആവശ്യമാണ്. അതിന് നല്ലതാണ് ആളുകൾ ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ വരുന്നവരെല്ലാം ആൾക്കൂട്ടമാണ്, അതിനൊരു ലീഡർ ഉണ്ടാവും. അപ്പം ഡിവൈഎഫ്ഐക്കാർ വരുന്നു, എന്തൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ ഒരു 50 പേര് വരുന്നുണ്ട്, അവിടുത്തെ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ മേഖലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലക്കാരുണ്ടാവും, സേവാഭാരതിയിലുണ്ടാവും. അപ്പോൾ ഇവരാരാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ നേരിട്ടും അറിയാൻ പറ്റും, നേതൃത്വത്തിലോട്ട് പറയാൻ പറ്റും, അതാണ് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരാണെന്ന് അറിയണ്ടേ. പലയിടത്തുനിന്ന് വന്നു ചേർന്നിരിക്കുന്ന സ്വമേധയാ ഒരുപാട് അരുവികൾ ഒഴുകിച്ചേർന്നൊരു പുഴയായി മാറിയതുപോലെയാണ് അവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സേവനം നടക്കുന്നത്. അതിലൊരാൾക്കൊരു അപകടം പറ്റിയത് ആരാണെന്ന് അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഐഡന്റിഫൈ ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ സംഘടനകളും ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന് യൂണിഫോം എന്തിനാ, സൈന്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഫയർഫോഴ്സിന് എന്തിനാ, പോലീസിന് എന്തിനാ, അവർ നമ്മൾ ഇന്ന ആളുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് സർക്കാർ അന്ന് അങ്ങനെ എടുത്തത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ആരും കൊണ്ടുപോകണ്ട എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, സർക്കാരിന് മാത്രം ക്രെഡിറ്റ് മതി എന്നുള്ളതാണ്. കാരണം ഈ മറ്റൊന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെറുപ്പക്കാർ ഈ കേരളത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ മത്സ്യത്തൊഴിലാളികൾ 400ഓളം പേർക്ക് സർക്കാർ ജോലി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ അതും ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നമുക്ക് കുറേ പേർക്ക് സർക്കാർ ജോലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരെവിടെ നിന്ന് ഈ 400 പേരെയാണ് ഇപ്പോൾ അവിടെ ഉള്ളെങ്കിൽ 4000 പേര് വരും, ഞാനും പോയതാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്, മാർക്ക് ചെയ്യപ്പെടുന്നത് നല്ലതാണ്. രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇതൊരു വാർ ഫുട്ടിങ്ങിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആളുകളെ തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ അത് വേറെ പ്രത്യേക താല്പര്യം വെച്ച് ചെയ്തതാണ്. ഏതായാലും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നന്നായി ഇടപെടുന്നുണ്ട്, വൈറ്റ് ഗാർഡ് നന്നായി ഇടപെടുന്നുണ്ട്, സേവാഭാരതിയുടെ പ്രവർത്തകർ അവർ പിന്നെ ആരോടൊന്നും പറയുന്നില്ല. പിന്നെ കേരളത്തിലെ ആളുകൾ മുഴുവൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുടുക്ക പൊട്ടിച്ചു, അത് ക്ലീശേ വാർത്തകളാണ്. അതൊന്നും എല്ലാ സമയത്തും കുറേ ആളുകൾ പത്രത്തിലും ചാനലിലും പേര് വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട. എന്ത് കാര്യത്തിലാണ്? ഒരുപക്ഷെ ഈ കുടുക്ക പൊട്ടിച്ച് കൊടുത്തു എന്നുള്ള വാർത്ത കൊടുത്താൽ ഒരുപാട് കുടുക്കുകൾ പൊട്ടുമായിരിക്കാം. പക്ഷേ ഇത് ഈ പറഞ്ഞ ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് വലത് കൈ അറിയാതെ ചെയ്യട്ടെ. ചില ആളുകൾ 2-3 ആളുകൾ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മുഴുവൻ സ്റ്റോക്കും കൊടുത്തയക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം അതൊക്കെ വേണം, തുണിയൊക്കെ വേണം. പക്ഷേ അതോടൊപ്പം തന്നെ അത്യാവശ്യമായി അവിടെ വേണ്ടത് സാനിറ്ററി നാപ്കിൻസ് ഒക്കെ വേണം. അപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ കഴിയുന്നു. പിന്നെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു. അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ബയോ ടോയ്ലറ്റുകൾ ആവശ്യം ഉണ്ടായിരിക്കും. അതൊക്കെ കൊടുക്കുന്ന ഏജൻസികൾ ഒരുപക്ഷെ ജില്ലാ ഭരണകൂടമൊക്കെ അത് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും, നമുക്കറിയില്ല, അതിൻ്റെ വിശദാംശങ്ങളൊന്നും വരുന്നില്ല. ഏതായാലും മറ്റേ ഈ സാധനങ്ങൾ വേണം. അതോടൊപ്പം തന്നെ പണമാണ് പ്രധാനം. കാരണം നമ്മൾ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് ട്രാൻസ്പെറൻ്റ് ആണ്, സുതാര്യമാണ്, സത്യസന്ധമാണ്. ചില ആക്ഷേപങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായത് മറന്നുകൊണ്ടല്ല പറയുന്നത്. അങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആകെ തട്ടിപ്പാണെന്നുള്ള പ്രചരണത്തിൽ കുടുങ്ങാൻ പാടില്ല.
ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ എന്തെങ്കിലും പിണറായി വിജയൻ പറഞ്ഞിട്ടൊന്നുമില്ലോ ചില ഉദ്യോഗസ്ഥന്മാർ കാശടിച്ച് മാറ്റിയത്. അതിനൊന്നും പിണറായി വിജയനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ വസ്തുത അങ്ങനെ എല്ലാത്തിലും രാഷ്ട്രീയം കാണരുത്. അപ്പോൾ സംസ്ഥാന സർക്കാർ വഴി മാത്രമാണ് കഴിവതും ധനസഹായം ചെയ്യുന്നത്. ഈ അങ്ങനെയുള്ളൊരു ആരോപണമുള്ളതുകൊണ്ട് പലരും ഇങ്ങനെ പൈസ കൊടുക്കാനൊക്കെ മടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അല്ല, അതൊക്കെ ഒരു ന്യായം പറയലാണ്. അത് നമ്മൾ കേരളത്തെ, കാരണം നമ്മളിവിടെ നിന്ന് കംഫർട്ടബിൾ ആയിട്ട് നിന്നിട്ട് ഈ സർക്കാരിന് ദുരിതാശ്വാസ നിധി പോയാൽ പിണറായി വിജയൻ കട്ട് തിന്നും എന്നൊക്കെ പറയുന്ന ആളുകൾ കംഫർട്ടായിട്ട് വീട്ടിൽ സൂചിച്ചിരുന്ന് പറയുക. അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാട് പത്രത്തിലും ടി വിയിലും കണ്ടറിവേ ഉള്ളൂ. അത് കണ്ടിട്ട് ആസ്വദിക്കുകയാണ് ആളുകൾ. എങ്ങനെയാണെന്നറിയോ, പണ്ട് സുഹൃതം ശില്പിയെ പറയുന്നത്, എനിക്ക് ഈ ഗതി വന്നില്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആഹ്ലാദമാണ് ഈ ഓരോ ദുരന്തം കാണുമ്പോൾ. എനിക്ക് പറ്റില്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ ആഹ്ലാദിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമുക്കിത് നിർവികാരമായി നോക്കി നിൽക്കാനും ഇത്തരം വിമർശനങ്ങൾ നടത്താനും കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ ചില പോരായ്മകളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ പോലും ഇത് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തുക. ഇതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, CPMൻ്റെ മുഖ്യമന്ത്രിയല്ല, നമ്മുടെ എല്ലാം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ദുരിതാശ്വാസ നിധി അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതല്ല. മുൻകാലങ്ങളിൽ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പരാതികൾ പ്രേക്ഷകർക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. അത് വാർത്തയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്, ചർച്ചയുമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അതിനെ ഞെക്കിക്കൊല്ലുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള സംവിധാനത്തെ തന്നെ പരാജയപ്പെടുത്താനുള്ള ശ്രമം ദുരുദ്ദേശപരമാണ്, അപലപനീയമാണ്. അതുകൊണ്ട് ആവുന്നത്ര സഹായം ആ ഫണ്ടിലേക്ക് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപയെങ്കിൽ 10 രൂപയെങ്കിൽ 100 രൂപയെങ്കിൽ മനസ്സറിഞ്ഞ് സംഭാവന ചെയ്ത് നമ്മുടെ നാടിൻ്റെ കണ്ണീരിലാഴ്ത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചവർ മരിച്ചു, ഇനിയുള്ളവരെങ്കിലും പുനരധിവസിപ്പിക്കാൻ, അവരെ സഹായിക്കാൻ നിങ്ങൾ മെയ് മറന്ന് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക. ഒപ്പം അവിടെ അശ്രാന്തം പണിയെടുക്കുന്ന നമ്മുടെ സൈനികർക്ക്, അതോടൊപ്പം തന്നെ ഒന്നും നേടാൻ 1 രൂപ പോലും വണ്ടിക്കാശ് പോലും കിട്ടാൻ മാർഗമില്ലാതെ നിസ്വാർത്ഥമായി പണിയെടുക്കുന്ന DYFI സഖാക്കൾക്ക്, വൈറ്റ് ബ്രിഗേഡിൻ്റെ സുഹൃത്തുക്കൾക്ക്, സേവാഭാരതിയുടെ പ്രവർത്തകർക്ക്, ഇനി SDPIക്കാർക്ക്, ഇനി നമ്മൾ പേര് പറയാത്ത ആളുകളുണ്ടെങ്കിൽ, സംഘടനയില്ലാതെ വ്യക്തികളെന്ന നിലയിൽ അവിടെ വന്ന് പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ABC മലയാളത്തിൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ഒരു കേരളം ഒറ്റ മനുഷ്യനെ പോലെ ഒന്നിച്ചു നിന്ന് ഈ ദുരന്തത്തെ മറികടക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.